എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. ഇന്നലെ കരിമുണ്ട് എല്ലാവരും കടിച്ചു കീറാൻ നിന്നോനാ. ആ ഇന്നിപ്പോ ദേ പുറത്തു പോകാൻ ഒരുങ്ങി നിന്നോളാം നിന്നെ ഫോൺ വിളിച്ചു പറയുന്നു. എന്താടി അവന്റെ സ്വഭാവം ഇങ്ങനെ അടിക്കടിക്ക് മാറുന്നേ? ബാധ വിട്ടു പോയില്ലേ? തുലാവർഷത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ പ്രകാശേട്ടന്റെ സ്വഭാവം. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. തീരെ പ്രതീക്ഷിക്കാതെയാ കാറും കോളും നിറഞ്ഞ് ഇടിയും മിന്നലുമായിട്ട് അന്തരീക്ഷം മാറുന്നത്. ഇപ്പോ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുക. വലിയ ഹോട്ടലിൽ നിന്ന് നമുക്കൊക്കെ ചെലവ് നടത്താനായിരിക്കും അച്ഛന്റെ പ്ലാൻ. മുത്തശ്ശി പറയുന്ന പോലെയാണെങ്കിൽ ഈ പ്രേതബാധ അച്ഛനെ വിട്ടു പോകാതിരിക്കുന്നതാ നല്ലത്. വേഗം റെഡിയാവും മുത്തശ്ശി. നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. അങ്ങനെ പ്രതീക്ഷയൊന്നും വേണ്ടമ്മേ. എന്തെങ്കിലും 10 കാശ് കയ്യിൽ വരാനുള്ള വഴിയെങ്കിലും പ്രകാശേട്ടന് കിട്ടിക്കാണും. അതുകൊണ്ടാ പുള്ളിക്കാരന്റെ മനസ്സിനൊരു തെളിച്ചം. അതിനു മുമ്പ് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞോ? അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഒരുങ്ങിയത്. നമ്മൾ ഏത് ഹോട്ടലിലാ അച്ഛാ പോകുന്നത്? ഹോട്ടലിലേക്കല്ലടാ, മാളിലേക്ക്, സിനിമ തിയേറ്ററിലേക്ക്. നമ്മൾ ഒരുമിച്ചൊരു സിനിമ കാണുന്നു. അപ്പൊ ഫുഡിന്റെ കാര്യോ? അതൊക്കെ വാങ്ങിത്തരടാ. നന്നായി. സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ട കാലം മറന്നു. സീറ്റൊക്കെ കിട്ടുമോ പ്രകാശേട്ടാ? കിട്ടുമല്ലോ. 3 സീറ്റാണ് ഓൺലൈൻ വഴി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. 3 സീറ്റോ? അമ്മയുൾപ്പെടെ നമ്മള് 4 പേരുണ്ടല്ലോ. അമ്മയെ ഈ സിനിമ നമ്മൾ കാണിക്കുന്നില്ല. ഇതേ ഒരുമാതിരി വെട്ടും കുത്തും ഫൈറ്റും മാത്രമുള്ള ഒരു പട. അമ്മയ്ക്ക് ബോറാവും. അമ്മയ്ക്ക് നല്ല കുടുംബ കഥയുള്ള മോഹൻലാലിന്റെ സിനിമ വരുമ്പോ കൊണ്ടുപോയി ഞാൻ കാണിക്കും. ദേ ഇന്നേ സി കേരളത്തിലുണ്ടല്ലോ കുടുംബ സിനിമയുണ്ട്. സി കേരളത്തിൽ സിനിമ കാണുമ്പോഴേ തിയേറ്റർ എഫക്റ്റാ. അമ്മ ഇവിടെ ഇരുന്ന് സി കേരളത്തിന്റെ സിനിമ കാണും. പ്രകാശേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാ. അമ്മയും കൂടെ കൊണ്ടേ നമ്മൾ പോകും. ജഗനാകെ തകർന്ന അവസ്ഥയിലാണല്ലോ. എന്തോ കാര്യമായ തിരിച്ചടി കിട്ടിയ പോലുണ്ട് മുഖം കണ്ടാൽ. ഓ, നീ ഇങ്ങനെ കുറ്റിയടിച്ച് കണക്ക് നിൽക്കാതെ ചെന്ന് കാര്യം ചോദിക്കൂ. ജോലി അന്വേഷിച്ചു പോയിട്ട് ഒന്നും ശരിയായില്ല. ഒരിടത്തും ഒരു ജോലിയും ശരിയാവുന്ന ലക്ഷണവുമില്ല. എന്താ ജഗ നീ പറയുന്നത്? പേരെടുത്തൊരു രാഷ്ട്രീയക്കാരന്റെ മോന് എങ്ങും ജോലി ശരിയായില്ലെന്നോ? മകൻ ജോലി തേടി നാടകം ചുറ്റിത്തിരിയുന്നു. മകനേക്കാൾ മുമ്പേ മകന് ജോലി കൊടുക്കണമെന്ന കൽപ്പനയുമായി സ്വന്തം അച്ഛൻ വാളുമായിട്ട് നടക്കുന്നു. ജോലി തരാൻ താല്പര്യമുള്ളവർ തന്നെ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുക. എന്റെ ദേവി, എന്തൊക്കെ ഈ കേൾക്കുന്നേ? മോനെ പോറ്റേണ്ട അച്ഛൻ തന്നെ മോന് പാര വെച്ച് നടക്കുന്നു പോലും. കേട്ടുകേൾവ് പോലും ഇല്ലാത്തൊരു കാര്യം. ഇങ്ങനെയുണ്ടോ ഒരച്ഛൻ? ജഗ, അളമുട്ടിയ ചേരയും കടിക്കുമെന്ന. അച്ഛനാണെന്നൊന്നും നീ നോക്കണ്ട. ഉറപ്പിന്റെ കുത്തിനെ പിടിച്ച് നിർത്തി
രണ്ട് പൊട്ടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്. മോന്റെ കയ്യിൽ നിന്ന് 2 പെട കിട്ടിയാ കുറുപ്പ് 10 മടക്കി മര്യാദക്ക് വീട്ടിലിരുന്നോളൂ. അച്ഛനെ തല്ലിയതിന് ചോദിക്കാൻ വേണ്ടിട്ടേ കുറച്ചുപേര് വടിയും തടിയൊക്കെ ആയിട്ടങ്ങ് വന്നിരിക്കും. അവരോടൊക്കെ ഞാൻ സമാധാനം പറയാവടാ. മകന്റെ പിച്ചച്ചട്ടിയിൽ മണ്ണിടുന്ന കൊടും പാതകയാ കുറുപ്പെന്ന് ഞാൻ വിളിച്ചു പറയാം. നല്ല കാര്യം. കുറുപ്പിന് തലേത് ചോദിക്കാൻ വരുന്നവര് സ്വന്തം അച്ഛനും അമ്മയും കുറിച്ച് ചോദിച്ചാ ചേച്ചി എന്ത് മറുപടി പറയും? മക്കളെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത പരമസാധുവായ അച്ഛനും അമ്മയും കാണാതായിട്ട് കണ്ടുപിടിക്കാൻ ചേച്ചി എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാ ചേച്ചി എന്ത് സമാധാനം പറയും? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ കാണാതായ അച്ഛനമ്മമാരെ കുറിച്ച് ഒരിക്കലെങ്കിലും ചേച്ചി അന്വേഷിച്ചിട്ടുണ്ടോ? അവരെ കുറിച്ചോർത്ത് ഒരു തുള്ളി കണ്ണീരെങ്കിലും വീഴ്ത്തിയിട്ടുണ്ടോ? ആദ്യം സ്വന്തം വീഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം ചിന്തിച്ചാ മതി. നീ വെറുതെ ചേച്ചിയെ വഴക്ക് പറയണ്ട. അച്ഛനെയും അമ്മയും തേടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വന്നത്. എന്നിട്ട് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിന് പോലും ഒരു വിവരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചിറങ്ങിട്ട് എന്താടി കാര്യം? അവര് പല തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു വല്ല രാജ്യങ്ങളിലോ ഒക്കെ പോയി കാണും. അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഒരു ദൂരയാത്രയ്ക്ക് വേണ്ട പണമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും അവരുടെ പക്കലില്ല. എന്നാ പിന്നെ അവര് തിരിച്ചു വരികയോ വരാതിരിക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല വന്ദനെ.